ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖല്ലേ? അപ്പോൾ വീണ്ടും എനിക്ക് 2 ബോക്സും കൂടി സ്മിറ്റന്ന് വന്നിട്ടുണ്ട്. 2 ബോക്സ് വന്ന് 2 ബോക്സ് രണ്ടെണ്ണം ഉണ്ട്. ഇത്രയും പ്രോഡക്റ്റ്സ് ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. ട്രയൽ പ്രോഡക്റ്റ് ആണല്ലോ, അപ്പോൾ എന്തായാലും അതിനനുസരിച്ചുള്ള വെയിറ്റേ ഉള്ളൂ. എന്നാലും ഒരു ബോക്സിൽ കുഴപ്പമില്ലാത്തൊരു വെയിറ്റ് ഒക്കെ ഉണ്ട്. ഒന്നിൽ എന്തോ കുലുങ്ങുന്ന മാതിരിയുള്ള ഫീൽ മാത്രമേ ഉള്ളൂ, അതിൽ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ ബോക്സ് തുറന്നു നോക്കിയിട്ട് നമുക്ക് എന്തൊക്കെയുള്ളതെന്ന് അതിൽ നോക്കാം. അതിൻ്റെ മുന്നേ കഴിഞ്ഞ പ്രാവശ്യം സ്മിറ്റന്ന് വന്ന പ്രോഡക്റ്റുകൾ ഞാൻ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് വലിയ തരക്കേടില്ലാതെ തോന്നിയത് കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ ആ പിൽഗ്രീമിൻ്റെ മോയ്സ്ചറൈസർ ഒരു 4-5 ദിവസം യൂസ് ചെയ്യാനുള്ളായിരുന്നെങ്കിൽ പോലും അത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ പിമ്പിൾസൊക്കെ കുറേ പോയ പോലെ ഫീൽ ചെയ്തിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ബോഡി വാഷും കാര്യങ്ങളൊക്കെ ഞാൻ യൂസ് ചെയ്തിരുന്നു. അതൊക്കെ നല്ല പ്രോഡക്റ്റ് ആയിരുന്നു. ആ വൈറ്റമിൻ സി മോയ്സ്ചറൈസർ എൻ്റെ ബ്രദറാണ് യൂസ് ചെയ്തത്. അവനക്ക് നല്ല മാറ്റമുണ്ട്. അപ്പോൾ ഇത് തുറന്ന് നോക്കുമ്പോൾ ഇതിൽ കാണുന്നത് ആദ്യം തന്നെ ഇബയുടെ പ്രോഡക്റ്റാണ്. ഞാൻ ട്രയലിൽ ഇബയുടെ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു വൗച്ചറാണ് കാണിക്കുന്നത്. 5467 രൂപേൻ്റെ ഒരു വൗച്ചറാണ് കാണിക്കുന്നത്. പിന്നെ ഒരു ഉള്ളിൽ പാക്ക് ചെയ്തിട്ട് ഒരു നല്ല പാക്കേജിങ്ങിൽ കൊടുത്തിട്ടുള്ള ഒരു ഇബയുടെ തന്നെ സ്ലീപ്പിംഗ് മാസ്കും നോക്കുമ്പോൾ നല്ല പാക്കേജിങ്. ഇബയുടെ 2 പ്രോഡക്റ്റ് ഒന്നിച്ചുള്ള ഒരു കോംബോ ആണ് കാണിക്കുന്നത്. അതിൽ ഒന്ന് ലിപ്പിൻ്റെ ആണ് 2 പ്രോഡക്റ്റും, ഒന്ന് ഒരു സ്ലീപ്പിംഗ് മാസ്കും, ഒന്ന് ലിപ് സ്ക്രബും ആണ് കാണിക്കുന്നത്. ഈ 2 കുഞ്ഞ് പാക്കേജ്. ഇതിൻ്റെ മുന്നേ ഇതുപോലെ തന്നെ ഇബയുടെ ഒരു പ്രോഡക്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഞാൻ യൂസ് ചെയ്തിരുന്നു, നല്ലതായിരുന്നു. അത് ഇബയുടെ ബ്ലഷ്, ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ക്രീം ബ്ലഷ് ആയിരുന്നു. അത് നല്ലതായിരുന്നു. അപ്പോൾ ഈ ഇബയുടെ പ്രോഡക്റ്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇതുവരെ യൂസ് ചെയ്തതിൽ ഒന്നും തന്നെ കുഴപ്പമില്ല. ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല, എന്നാൽ പോലും ഞാൻ യൂസ് ചെയ്തതൊരു ബ്ലഷും ലിപ്സ്റ്റിക്കുമാണ്. ഒരു 4 കോംബോ ലിപ്സ്റ്റിക്കും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് രണ്ടും നല്ലതായിരുന്നു കേട്ടോ. ഇനി ഈ ബോക്സിൽ തുറന്ന് നോക്കുമ്പോൾ എന്താ ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇത് തുറന്ന് നോക്കുമ്പോൾ ഡോട്ട് ആൻഡ് കീയുടെ കുറച്ച് പ്രോഡക്റ്റ്സ് ആണ് ഇതിൽ കാണുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം തന്നെ കാണിക്കുന്നത് ഡോട്ട് ആൻഡ് കീയുടെ ലിപ് ബാമാണ്. പിന്നെ ഒരു സൺസ്ക്രീൻ സ്റ്റിക്ക്, അതും ഡോട്ട് ആൻഡ് കീയുടെ തന്നെയാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിനുശേഷം ഒരു ഡോട്ട് ആൻഡ് കീയുടെ ഒരു ഫേസ് വാഷാണ്. ഇത്രയും പ്രോഡക്റ്റ് അതിലുള്ളത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കുഞ്ഞു ബോക്സിൽ ഒരു മസാജ് കോംബും കൂടി കാണിക്കുന്നുണ്ട്. അതും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അത് വേറൊരു സെപ്പറേറ്റ് ബോക്സിലായിരുന്നു. അപ്പോൾ ഇത്ര പ്രോഡക്റ്റ്സാണ് നമുക്ക് എന്തിന്ന് സ്മിറ്റന്ന് വന്നിട്ടുണ്ടായിരുന്ന പ്രോഡക്ട്സ്. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തത് എന്താ വെച്ചാൽ ഇബേൻ്റെ ലിപ് സ്ക്രബാണ് കാണിക്കുന്നത്. അതിങ്ങനെ സ്കിന്നിൽ ഒരതി നോക്കുമ്പോൾ ഒരു ടിൻ്റൊക്കെ കാണുന്നുണ്ട്, ഒരു പിങ്ക്, ലൈറ്റ് പിങ്ക് ടിൻ്റ്. നല്ലൊരു സ്ട്രോബെറിയുടെ സ്മെല്ലൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട്. നല്ല സ്ക്രബാണ് കേട്ടോ. അതുപോലെ ഇബയുടെ ലിപ് മാസ്കും കുഴപ്പമില്ല. അതൊരു ലൈറ്റ് ഓറഞ്ച് കളറായിട്ടാണ് കാണുന്നത്. ഒരു ജാമിൻ്റെയൊക്കെ കളറായിട്ടാണ് നമുക്ക് തോന്നിയത്. അത് വല്ലാതെ ടിൻ്റൊന്നുമില്ല, നോർമലാണ്. പക്ഷെ അതും കുഴപ്പമില്ല, നല്ലൊരു സ്മെല്ലും നല്ലൊരു ടെക്സ്ചറുമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതായിരുന്നു, നമ്മുടെ സൺസ്ക്രീൻ സ്റ്റിക്ക്. ഇത് ഞാൻ കുറേ കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. മറ്റതും യൂസ് ചെയ്തിട്ടൊന്നുമില്ല, പക്ഷേ എന്നാലും എനിക്കിതിനോട് വല്ലാത്തൊരു ഇഷ്ടമായിരുന്നു. ഇത് കാണുമ്പോൾ ഇതിങ്ങനെ അങ്ങനെ കറക്കി എടുക്കാൻ പറ്റുന്നതൊക്കെ കാണുമ്പോൾ അതിനോടൊരു ഇഷ്ടം തോന്നിയിരുന്നു. അപ്പോൾ അതും ഞാൻ സ്കിന്നിലിങ്ങനെ സ്വൈപ്പ് ചെയ്ത് നോക്കിയപ്പോൾ അതിനും വലിയ കുഴപ്പമില്ല. ഒന്നാമത് ഞാൻ ശ്രദ്ധിച്ചത് എന്താ വെച്ചാൽ വൈറ്റ് കാസ്റ്റ് കാണുന്നില്ല. പിന്നെ അത് ഇട്ട ഫീല് തോന്നുന്നില്ല. അതിനൊരു വലിയ കാര്യമായിട്ട് തോന്നി. പിന്നെ ലിപ് ബാമാണ് യൂസ് ചെയ്തത്. ലിപ് ബാം ഞാൻ കയ്യിൽ ആക്കി നോക്കിയപ്പോൾ അത് നല്ല കളറായിട്ടൊക്കെ തോന്നി, നല്ലൊരു റെഡ് കളറായിട്ടൊക്കെ തോന്നി. പക്ഷെ ഇത് ഞാനൊന്ന് ലിപ്പിലിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ലിപ്പിലിട്ട് നോക്കിയപ്പോൾ എനിക്ക് അത്ര തോന്നിയില്ല, നോർമലി ആയിട്ട് തന്നെ തോന്നിയത്. പിന്നെ ഫേസ് വാഷാണ് ഉള്ളത്. യൂസ് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിലും നല്ല സ്മെല്ലാണ്, കുഴപ്പമില്ല. അപ്പോൾ അത് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ എന്തായാലും നിങ്ങളോട് അതിൻ്റെ റിവ്യൂ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഒരു മസാജ് കോംബ്, ഇതും വലിയ കുഴപ്പമൊന്നുമില്ല. ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ മാറ്റുകയും ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ പ്രോഡക്ട്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബായ്.